രാഹുൽ ഗാന്ധി വയനാട് നേടുന്നതിനേക്കാൾ ലീഡ് ഹൈബി ഈഡൻ എറണാകുളത്ത് നേടുമോ? കൊച്ചിക്കാർക്ക് തങ്ങളുടെ മണ്ഡലത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആകാംക്ഷയുണ്ടെങ്കിൽ അത് ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ്. LDF സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ എറണാകുളത്ത് ഷൈൻ ചെയ്യുമോ എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഏവരും ചോദിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരത്തിന് ജൂൺ 4 വരെ സമയമുണ്ടെങ്കിലും LDFും UDFും കണക്ക് കൂട്ടിക്കഴിഞ്ഞു. 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഹൈബി ഈഡൻ വീണ്ടും പാർലമെന്റിലെത്തുമെന്ന് കോൺഗ്രസ് തറപ്പിച്ചു പറയുന്നു. ഹൈബിയുടെ ഭൂരിപക്ഷം 50,000-ൽ ഒതുക്കും എന്ന് മാത്രമാണ് CPMന്റെ അവകാശവാദം. അതായത് ജയം എന്നത് വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ല. 2019-ൽ P രാജീവുമായി ഏറ്റുമുട്ടിയപ്പോൾ ഹൈബി ഈഡൻ സ്വന്തമാക്കിയത് റെക്കോർഡ് ഭൂരിപക്ഷം 1,69,510 വോട്ടിന്റെ തകർപ്പൻ ജയം. അന്ന് 70% മുകളിൽ പോളിംഗ് നടന്നെങ്കിൽ ഇത്തവണ 68.29% അത് കുറഞ്ഞു. തങ്ങളുടെ വോട്ടുകളും പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടെന്ന് UDF നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. മറുവശത്ത് കൊച്ചി, വൈപ്പിൻ, തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഷൈൻ ടീച്ചറിന് കഴിഞ്ഞെന്നാണ് LDFന്റെ നിഗമനം. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിൽ ഹൈബി ലീഡ് ഉയർത്തുമെന്നാണ് UDFന്റെ കാൽക്കുലേറ്ററിൽ തെളിയുന്നത്. കഴിഞ്ഞ തവണ പറവൂരിൽ 14,085 ഭൂരിപക്ഷം. അതേസമയം ചെല്ലാനം ഉൾപ്പെടുന്ന തീരദേശത്ത് ലീഡ് കുറഞ്ഞേക്കാമെന്നാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ നൽകുന്ന വിവരം. 2020യുടെ സാന്നിധ്യം ഇവിടങ്ങളിൽ പാർട്ടിക്ക് തലവേദനയാണ്. കളമശ്ശേരി, എറണാകുളം, തൃക്കാക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. കളമശ്ശേരിയിൽ കഴിഞ്ഞ തവണ 20,689 വോട്ടിന്റെയും എറണാകുളത്ത് 31,178 വോട്ടിന്റെയും തൃക്കാക്കരയിൽ 31,777 വോട്ടിന്റെയും ലീഡ് ഹൈബി സ്വന്തമാക്കിയിരുന്നു. 2019-ൽ അൽഫോൺസ് കണ്ണന്താനം BJPക്ക് നേടിക്കൊടുത്ത 1,37,749 വോട്ടിനേക്കാൾ എത്ര കൂടുതൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ സ്വന്തമാക്കുമെന്നതിൽ മാത്രമാണ് BJP ക്യാമ്പിന്റെ ആകാംക്ഷ. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റായ രാധാകൃഷ്ണന് കിട്ടേണ്ട വോട്ടുകൾ ചോർന്നാൽ അതും ചർച്ചയാകും. തിരികെ വിഷയത്തിലേക്ക് വന്നാൽ, അതായത് ആര് ജയിക്കും എന്ന ചോദ്യത്തിലേക്ക് വന്നാൽ ഉത്തരം ഇത്രമാത്രം: UDFന്റെ പൊന്നാപുരം കോട്ടയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു അത്ഭുതത്തിന് ഇത്തവണയും സ്കോപ്പില്ല.